സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കേണ്ടി വരും. അതിൻ്റെ പിന്നാലെ ഓടി നടക്കണം, നമ്മുടെ സമയം പാഴാക്കണം. അതിനുവേണ്ടി നമ്മൾ നന്നായി പരിശ്രമിച്ചാലാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. നമ്മൾ എത്ര പൈസ ചിലവാക്കിയാലും എത്ര ആഗ്രഹിച്ചാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റാതെ, അത് നമ്മുടെ ജീവിതത്തിൽ സൗജന്യമായിട്ട് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നല്ലൊരു ചിരി, ആത്മാർത്ഥമായിട്ടുള്ള ചിരി, നല്ല വാക്കുകൾ, ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, ആത്മാർത്ഥമായ ബന്ധങ്ങൾ, അതുപോലെ സത്യസന്ധമായ വാക്കുകൾ. നമ്മുടെ ജീവിതത്തിൽ ഇത് ആൾക്കാർ പറയില്ലേ, ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുന്നു. പക്ഷേ ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയാലോ നമ്മൾ നേടിയെടുത്തതൊക്കെ നഷ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില കാര്യങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നതാണ് നല്ല വാക്ക്, നല്ല ചിരി, ആത്മാർത്ഥമായ സ്നേഹങ്ങൾ, നല്ല ബന്ധങ്ങൾ. അത് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആത്മാർത്ഥതയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കും. ഇപ്പം തന്നെ നോക്കി, പ്രവാസ ജീവിതത്തിൽ മരണത്തിൻ്റെ മുമ്പിൽ നിന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ട് 34 കോടി രൂപ ബോബി ചെമ്മണ്ണൂർ സാറ് വളരെ കഷ്ടപ്പെട്ട് എടുത്തില്ലേ? അത് ഇത്ര വലിയ മനുഷ്യനായിട്ട് പോലും ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അയാൾ തെരുവിലിറങ്ങി മറ്റുള്ളവരോട് പൈസ ചോദിച്ചു നേടിയെടുത്തു. എന്നുവെച്ചാൽ ആ മനുഷ്യൻ ചെയ്ത അത്രയും നല്ല കാര്യമാണ്. എന്നുവെച്ചാൽ ആത്മാർത്ഥതയോടുകൂടി ഒരു കാര്യം ചെയ്തപ്പോൾ അതിൽ വിജയിക്കാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പലവരും ഇപ്പം അതിനെ വിമർശിക്കാനാണ് ശ്രമിക്കണം. പക്ഷെ അയാൾ ചെയ്യുന്ന നല്ല കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? അയാളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ചെയ്യൂ എന്ന് ആരും ചിന്തിക്കില്ല. വിമർശനങ്ങൾ പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ആത്മാർത്ഥമായ സ്നേഹമാണ്, ആത്മാർത്ഥമായ ഒരു ചിരിയാണ്, ആത്മാർത്ഥമായിട്ടുള്ള നല്ല വാക്കുകളാണ്, ആത്മാർത്ഥമായ ബന്ധങ്ങളാണ്. അത് നൽകാൻ നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.